ഗോകുൽ, അവിടെ ഈ കുവൈറ്റിൽ നിന്ന് ആരെങ്കിലും ഈ കുടുംബത്തിലെ ബന്ധുക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതായത് ഒപ്പം താമസിച്ച് ആ കെട്ടിട സമുച്ചയത്തിൽ ഉണ്ടായിരുന്നവരോ അല്ലെങ്കിൽ ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവരോ അങ്ങനെ ആരെങ്കിലും ഇവരെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ മൃതദേഹം എപ്പോൾ എത്തിക്കും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടോ ഈ കുടുംബത്തിന്? ബന്ധപ്പെട്ടിട്ടുണ്ട് സേതുലക്ഷ്മി. നിലവിൽ ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ പിതാവ് ഞാൻ പറഞ്ഞ പോലെ കുവൈറ്റിൽ തന്നെയാണ്. അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം ഇന്നലെ ആശുപത്രിയിലെത്തി മൃതദേഹം കാണുകയും സ്ഥിരീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ്റെ രണ്ടാമത്തെ സഹോദരനും ആ സഹോദരനും കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹവും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ബന്ധുക്കൾ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം നൽകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബാക്കി നടപടികൾക്കൊന്നും തന്നെ ഒരു താമസം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ അത് നടപ്പാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി അസോസിയേഷൻ അടക്കമുള്ള കൂട്ടായ്മകളും ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. നാട്ടിലും അതോടൊപ്പം തന്നെ കുവൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം രണ്ടുപേരുടെയും ബന്ധുക്കൾ, കുവൈറ്റിലുള്ള ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെടാനും ഇവിടുത്തെ വീട്ടുകാർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ പുലർച്ചയോടുകൂടി അല്ലെങ്കിൽ മറ്റന്നാൾ പകൽ സമയത്തോടുകൂടി രണ്ട് മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അടക്കം നീക്കങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളിലൊരു അന്തിമ നടപടി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ നമ്മളോട് ഇവരുടെ ബന്ധുക്കളടക്കം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി സംസ്കാരം അടക്കമുള്ള കർമ്മങ്ങൾ എങ്ങനെയാകുമെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളത്. എന്തായാലും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. അവരുമായിട്ട് കൃത്യമായിട്ട് ബന്ധുക്കൾ, നാട്ടിലുള്ളവർ ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി ഗോകുൽ, എന്താണെങ്കിലും അത്യന്തം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഒരിക്കലും ഈ തീപിടുത്ത വാർത്ത ആദ്യം ഉണ്ടായപ്പോഴും ഇത്രയും വലിയൊരു തീപിടുത്തമായിരിക്കും, ഇത്രയും ജീവൻ നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം ആരും വിചാരിച്ചിരുന്നില്ല. മലയാളികൾ ഉൾപ്പെടെ 40-ലധികം പേർ മരിച്ച ഒരു വലിയ അപകടം. കണ്ണൂരിൽ നിന്ന് നിഖിൽ കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഈ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു സ്ഥലമാണ് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ആ ഭാഗങ്ങളെല്ലാം. ഈ ദുരന്തത്തിൻ്റെ നടുക്കം അത് അവിടെ ആവും ഏറ്റവും അധികം ബാധിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളതും അവിടെ നിന്നാണ്. ഈ നിഖിൽ ഇപ്പോൾ എവിടെയാണ്? മരിച്ച ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകാൻ നിഖിലിന് സാധിച്ചിട്ടുണ്ടോ? ഒപ്പം ഈ കാസർഗോഡ് സ്വദേശി തീ പിടിച്ച് താഴേക്ക് ചാടവേ പരിക്കുകളോടെ രക്ഷപ്പെട്ട കാസർഗോഡ് സ്വദേശി, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെടാനും നിഖിലിന് കഴിഞ്ഞിട്ടുണ്ടോ? സേതുലക്ഷ്മി ഒരുപക്ഷെ പറഞ്ഞതുപോലെ ഒരു മൂകമായ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമ്മൾ അതിരാവിലെ തന്നെ തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കേളുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ കാണാനായത്. കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് വീട്ടുകാരെ ഈ മരണവിവരം അറിയിച്ചത്. കേളുവിൻ്റെ 2 മക്കൾ, ഒരാൾ പൂനെയിലും ഒരാൾ കുസാറ്റ് കോളേജിൽ വിദ്യാർത്ഥിയുമായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം വീട്ടുകാരെല്ലാം തന്നെ വലിയ സങ്കടത്തിലാണ്. ഒന്നാമത്തെ കാര്യം, വളരെയേറെ വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നയാളാണ് കേളു. അദ്ദേഹത്തിന് 58 വയസ്സായി. 2 വർഷങ്ങൾക്കപ്പുറം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒക്ടോബറിലാണ് നാട്ടിലെത്തി തിരിച്ചു പോയത്. ഇനി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ആ നാടിനോട് യാത്ര പറഞ്ഞ് തിരിച്ചു വരാം എന്ന ആ വാക്ക് വീട്ടുകാർക്ക് നൽകിയാണ് അദ്ദേഹം പോയത്. പക്ഷേ ആ നാടിനെയും വീടിനെയും തേടിയെത്തിയത് ഇത്തരമൊരു വാർത്തയായിപ്പോയി എന്ന ആ ഒരു ദുഃഖം തന്നെയാണ് രാവിലെ അവരൊക്കെ പങ്കുവച്ചത്. ഈ മരണവിവരം ഔദ്യോഗികമായി ഇതുവരെയും ഈ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരൻ നമ്മളോട് രാവിലെ പറഞ്ഞത്. അതേസമയം അവിടെയുള്ള ഇവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ ഈ ഭാര്യ സഹോദരൻ്റെ സുഹൃത്തുമൊക്കെയാണ് ഇത്തരത്തിൽ മരിച്ചു എന്ന വിവരം ഈ വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ സങ്കടകരമായ കാഴ്ചയാണ് ചെർക്കള കുണ്ടടുക്കത്തെ രഞ്ജിത്തിൻ്റെ വീട്ടിലും. 34 വയസ്സുകാരനാണ് രഞ്ജിത്ത്.
1.5 വർഷം മുൻപാണ് രഞ്ജിത്ത് നാട്ടിലെത്തി തിരിച്ച് വീണ്ടും കുവൈത്തിലേക്ക് പോയത്. വീട് പണി പൂർത്തിയാക്കി അതിൻ്റെ ഗൃഹപ്രവേശനവും കഴിഞ്ഞതിന് ശേഷമായിരുന്നു രഞ്ജിത്ത് മടങ്ങിയത്. നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ വളരെ സജീവമായി വളരെ ആക്റ്റീവായി ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിലാണ് രഞ്ജിത്തിനെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ഓർമ്മിക്കുന്നത്. അങ്ങനെ രഞ്ജിത്തിൻ്റെ വിയോഗം ആ നാടിനും വലിയ രീതിയിലുള്ള ഒരു സങ്കട കാഴ്ച തന്നെയാണ് നൽകുന്നത്. അങ്ങനെ കാസർഗോഡ് ഈ 2 ഗ്രാമങ്ങളും ഈ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഉള്ളത്. അവരെല്ലാം ആ സങ്കടം പങ്കുവയ്ക്കുന്നുമുണ്ട്. ഒപ്പം നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വീണ് പരിക്കേറ്റയാളിൻ്റെ ചികിത്സ അവിടെ തുടരുകയാണ്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ വേണം എന്ന നിലപാടാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ ആശുപത്രി അധികൃതർ പറഞ്ഞതായുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ച് ചികിത്സിക്കണം എന്ന രീതിയിൽ ബന്ധുക്കൾ ചില ആലോചനകൾ നടത്തിയിരുന്നെങ്കിൽ പോലും അതിലേക്ക് ഇപ്പോൾ പോകില്ല. അദ്ദേഹത്തിന് അവിടെ തന്നെ ചികിത്സ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിവരം കൂടിയുള്ളത് കണ്ണൂർ ധർമ്മടം സ്വദേശിയായ വിശാൽ കൃഷ്ണൻ, അദ്ദേഹത്തിനും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന വിവരം വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരം കൂടി ഇപ്പോൾ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പരിക്കുപറ്റി ചികിത്സയിലാണെന്ന വിവരം അറിയിച്ചു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേതുലക്ഷ്മി പറഞ്ഞതുപോലെ പ്രവാസികൾ അന്നം തേടി നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി അവരുടെ കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വന്ന ഒരുപാട് കുടുംബങ്ങളുള്ള മേഖലയാണ് ഈ മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഒക്കെ. അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിലുണ്ടായ ഒരു വേദന പോലെ തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം ഈ വാർത്ത കേട്ടത്. അതിൻ്റെ ആ ഞെട്ടലും ആഘാതവും ദുഃഖവും എല്ലാം തന്നെ ഈ പ്രദേശത്തെല്ലാം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നമ്മൾ രാവിലെ തൃക്കരിപ്പൂരിൽ പോയപ്പോഴൊക്കെയും കണ്ടത് അതുതന്നെയായിരുന്നു. ഏതായാലും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടെ വെറും 2 വർഷത്തെ കൂടി പ്രവാസ ജീവിതം എന്ന പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു കേളു. ഒപ്പം തന്നെ തിരിച്ചു വന്ന് പുതിയ വീട്ടിൽ കഴിയേണ്ടതുണ്ട്, വിവാഹാലോചനകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രതീക്ഷകളായിരുന്നു രഞ്ജിത്തിനുണ്ടായിരുന്നത്. ഈ പ്രതീക്ഷകളെല്ലാമാണ് അവിടെ കത്തി അമർന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ആ വസ്തുതയെ അംഗീകരിച്ച് അതിനെ ഉൾക്കൊണ്ട് വരുന്നതേ ഉള്ളൂ ഇവരുടെ നാട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനാവുന്നത്. സേതുലക്ഷ്മി. നിഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ പ്രവാസിയും വിമാനം കയറുന്നത് ഒരു കുട്ട മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ്. വീട് നന്നാക്കുക, സ്വയം നന്നാവുക, ഒരു കുടുംബം ആവുക, അങ്ങനെയൊക്കെ ഒത്തിരി മോഹങ്ങളുമായിട്ടാണ് ഒരുപാട് പ്രവാസികൾ വിമാനം കയറുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭൂരിഭാഗം തന്നെ അവരുടെ കരുത്താൽ ഉണ്ടായതും കൂടിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ അപകടവും, പ്രവാസി നാട്ടിൽ എന്തൊരു അപകടം ഉണ്ടായാലും അത് ആദ്യം ഏങ്ങലടിച്ച് കേൾക്കുക മലയാളികളാകും. കാരണം ഇത്രയും പ്രവാസികൾ ഉള്ളൊരു സ്ഥലം മറ്റെങ്ങുമില്ല. ഗൾഫ് നാട്ടിൽ തന്നെയാണ് ഏറ്റവും അധികം മലയാളികളും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകട വാർത്ത വരുമ്പോൾ നമ്മൾ മലയാളികളെല്ലാം ആദ്യം ചോദിക്കുക മലയാളികൾക്ക് എന്തെങ്കിലും പറ്റുമോ, മലയാളികൾ അതിലുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാകും. ഈ വാർത്ത എന്താണെങ്കിലും ഏവരെയും ദുഃഖിപ്പിക്കുന്നത്, ഏവരെയും സങ്കടത്തിലാഴ്ത്തുന്ന വാർത്തകൾ തന്നെയാണ്. നിഖിലി, മരിച്ചവരുടെ കുടുംബങ്ങളുമായി അവിടുത്തെ അധികൃതർ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? കാരണം ഈ കുവൈറ്റിൻ്റെ പ്രധാനമന്ത്രി തന്നെ, ഉപപ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇതൊരു വരുത്തിവെച്ച അപകടമാണെന്ന് അദ്ദേഹം പോലും പറയുകയുണ്ടായി. ഈ കെട്ടിട ഉടമ ഒരു മലയാളിയാണ്, പ്രവാസി വ്യവസായിയാണ്. അപ്പോൾ ഈ കുടുംബവുമായി അധികൃതർ ആരെങ്കിലും, അവിടെ നിന്നുള്ള അധികൃതർ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതകൾ വരുന്നുണ്ടോ? സേതുലക്ഷ്മി, നമ്മൾ അവസാനം ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത് വരെയും ഔദ്യോഗികമായി ഇവരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ സാങ്കേതികമായ കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. കാരണം ആളുകളെ ഇനിയും തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. മാത്രമല്ല 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വിഷയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാകാം ഇത് അറിയാൻ വൈകുന്നതിൻ്റെ കാരണം എന്നാണ് കരുതുന്നത്. നിലവിൽ കുവൈത്തിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയാണ് നാട്ടിൽ ഇക്കാര്യങ്ങൾ വിളിച്ചറിയിച്ചിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് വീട്ടുകാർക്കുള്ളത്. പക്ഷേ അത് എന്ന ചോദ്യം ഇവരും ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയും ദുഃഖകരമായൊരു വാർത്ത അത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കേൾക്കുന്നു.
ഇനി അങ്ങോട്ട് എന്ന് അവരുടെ മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടി ഈ നാട്ടിലേക്ക് എത്തുമെന്ന ഒരു കാര്യത്തിലൊരു തീരുമാനമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അധികൃതർ ഏതായാലും ഔദ്യോഗികമായ വിവരം ഇവരെ അറിയിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആളുകളെ തിരിച്ചറിയുക, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ കാലതാമസമാകുമെന്നാണ് കരുതുന്നത് ഔദ്യോഗികമായ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി. ഏതായാലും അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ പുരോഗമിക്കുമെന്നൊരു പ്രതീക്ഷ ഈ കുടുംബാംഗങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ ഹാൻസൊക്കെ പറഞ്ഞതുപോലെ ഇവരൊക്കെ ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഈ തിരിച്ചറിയുന്നതിനും ഒപ്പം തന്നെ അവിടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനുമൊക്കെ സഹായകമായത് എന്നൊരു കാര്യം കൂടിയുണ്ട്.